കിളവ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. നീ എന്തിനാ റോഡിൽ വന്നത്? ഈ കുട്ടി ഇവിടെ നിൽക്കുന്ന ഞാൻ മോളെ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഡയറക്റ്റ് ആ കുട്ടി വിളിച്ചത് തലക്കേർത്താം. നമസ്കാരം. ഈ വനിതാ ദിനത്തിൽ സ്ത്രീകളെ നമ്മൾ അങ്ങേയറ്റം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളാണ്. പക്ഷേ വനിതാ ദിനത്തിൽ ഒരു വനിത വലിയ രീതിയിൽ ഒരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തിക്ക് സാക്ഷിയായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. ആ സാക്ഷിയായതിന് ഇരയായിരിക്കുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഒരു അച്ഛനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. നെടുമങ്ങാട് മുല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായി. ഈ റോഡിൽ ഇന്നലെ രാത്രി ഒരു യുവതിയും യുവാവും തമ്മിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കരുതുന്നു, ഇവർ രണ്ടുപേരും തമ്മിൽ ഈ റോഡിൽ ഭയങ്കരമായി ബഹളം വെക്കുന്നു. ഈ ബഹളം എന്താണെന്ന് കേട്ടുകൊണ്ട് ഈ വീട്ടിലുണ്ടായിരുന്ന അച്ഛനും ഈ ഇവിടുത്തെ പ്രദേശവാസികളും ഒക്കെ തന്നെ എത്തുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ എന്താണ് റോഡിൽ ബഹളം നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ മാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ വന്ന വാർത്ത എന്താന്ന് വെച്ചാൽ ഈ അച്ഛൻ അവരെ, അതായത് ഈ ഭാര്യ ആയിട്ടുള്ള ആ ലേഡിയെ കയറി പിടിച്ചു, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈ അച്ഛനടക്കം ഈ കുടുംബാംഗങ്ങളടക്കം നമ്മുടെ കൂടെ ഉള്ളത്. ഈ അച്ഛന് അതേ യുവതിയുടെ പ്രായമുള്ള ഒരു മകളുമുണ്ട്. അപ്പോൾ 70 വയസ്സുള്ള ഏകദേശം 15ഓളം റിവാർഡുകളൊക്കെ തന്നെ ഈ പ്രദേശത്തെ ഒരു കർഷകൻ എന്നുള്ള രീതിയിലും പൊതുവായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയുള്ള ഒരു അച്ഛൻ തന്നെയാണ്. 9:45 ഇവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ വരാന്തയിൽ ഇരുന്നപ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ എൻ്റെ വീട്ടിൻ്റെ നടയിൽ വന്നു. ഗേറ്റിൻ്റെ മുമ്പ് വന്നിട്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്ത്രീ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ആ സ്ത്രീ പുറകെ ഇരുന്ന പുരുഷനെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ചെന്ന് ചോദിച്ച്, മോളെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ കളവ, നിന്റെ വീട്ടിലെ കാര്യം അവർ ഒന്നായിട്ട് ഇവൻ മാറിയെന്നിട്ട് എൻ്റെ ചോദിച്ച്, കളവ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. നീ എന്തിനാ റോഡിൽ വന്നെന്ന് ചോദിച്ചു. എന്നിട്ട് അവള് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഇത്തിരി മാന്യമായിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞു എവളടുത്ത്. അപ്പോഴാണ് ഇവള് വലത്തെ കൈ കൊണ്ട് എന്നെ ചെവിക്കലിൽ അടിക്കുന്നത്. ഹെൽമറ്റ് ഉണ്ട്, അവിടെ ഇടത്തെ കയ്യിൽ വെച്ചിരുന്ന ഹെൽമറ്റ് കൊണ്ട് എൻ്റെ തലയിൽ അടിച്ചു. അവര് മറ്റേ ഈ കൂടെ വന്ന അയാൾ മാറിപ്പോയി. അടിച്ചത് സ്ത്രീയാണ്. അപ്പൊ ഇതെല്ലാം കാണുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അവിടെ. അവള് ഉണ്ട്. അപ്പൊ എനിക്ക് നാണക്കേട് കൊണ്ട് ഞാൻ ഇതൊന്നും പറയണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും പോട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ടോണ്ടിരുന്ന നാട്ടുകാർ പറഞ്ഞു, മാമനെ അടിച്ചിട്ട് അല്ലെങ്കിൽ കൂടെ അടിച്ചിട്ട് ഒരുത്തിയും വന്നു. ഞാൻ ഒരു ഇച്ചി പോകുന്ന ഒരു സ്ത്രീയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞു മാമനെ അടിച്ചിട്ട് അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് പോകാൻ നോക്കിയപ്പോൾ അവർ ചാവ് വീഴി എടുത്ത് വെച്ചു. നീ എന്നെ തള്ളക്ക് വിളിച്ചിട്ട് നീ ഇവിടെ പോകില്ല. നമ്മളൊരു കടലാസ് എടുത്തെറിയുന്ന പോലെ അവൾ ഒറ്റ കൈ കൊണ്ട് വലിച്ചടിച്ച് റോഡിലിട്ട് അവൾ റോഡിൽ കടന്നിട്ട് വെല്ലുവിളിയായിരുന്നു. അപ്പോൾ ഇത്രയും വണ്ടിയൊക്കെ വന്നിട്ട് ഇവിടെ ബ്ലോക്കായി. ഒരു ആംബുലൻസ് വണ്ടി വന്നപ്പം 10-15 മിനിറ്റ് കൂടുതൽ ഇവിടെ കിടക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, മോളെ ഇടി അങ്ങോട്ട് മാറടി, കിടന്ന് ചാവിട്ടെന്ന്. വണ്ടി തൂക്കിട്ട് പോയേ ഉള്ളൂ. എന്തായാലും പോകാനൊന്നുമില്ല. ഇവിടെ നീ നമ്മളെ അടുത്ത് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട. വന്ന നാട്ടുകാരടുത്ത് മക്കളെ എന്താണ് പ്രശ്നം, തള്ളെ ചേർത്തല്ല അവർക്ക് ചീത്തയില്ല, നിങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവള് യാതോ മറ്റേ ലോകത്ത് നിൽക്കും പോലെയാണ് ഇവളെ സംസാരം. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇവള് സ്വഭാവത്താണ് ആണെങ്കിൽ ഇങ്ങനൊന്നും നടക്കില്ല. എന്തോ ഈ നമ്മൾ സ്വർണത്തിനേക്കാളും വലിയ സാധനം നമുക്ക് കെട്ടിയപ്പെടുത്തേക്ക് അവൾ കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അല്ലെങ്കിൽ അവൾ ഇത്തിരി അട്ടഹാസം കാണിക്കും. ഇത് കണ്ടു നിന്നവരാണ് ഇപ്പോൾ ബാക്കിൽ നിൽക്കുന്നത്. ഇവരൊക്കെ തന്നെ ഈ അച്ഛൻ്റെ
ബന്ധുക്കളും അതോടൊപ്പം തന്നെ അയൽക്കാരും ഇത് കണ്ടു നിന്നവരും ഒക്കെയാണ്. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സംഭവം നടക്കുമ്പോൾ? നമ്മൾ ഈ സമയത്തോടെ ദൃസാക്ഷിയാണ്. ഈ പുള്ളി പറഞ്ഞതുപോലെ തന്നെയാണ്. പുള്ളി ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അവരാണ് ആദ്യം ഒരു പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി ആള് കൂടിയപ്പോൾ അച്ഛനെ കുറ്റക്കാരനാക്കിയതായിരിക്കും. അത് തീർച്ചയായിട്ടും. ഇപ്പോൾ അവർക്ക് ആ നിയമത്തിന്റെ ഇതിൽ നിന്ന് മാറണമല്ലോ. ഇവിടുന്ന് അവരെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയല്ലോ. അവരെ മെഡിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ് അവർ ലഹരിക്ക് അടിമയായിരുന്നു. ലഹരി നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത്. ഞാൻ വന്നിട്ട് ഈ കുട്ടി ഇവിടെ നിൽക്കുന്ന ഞാൻ മോളെ എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഡയറക്റ്റ് ആ കുട്ടി വിളിച്ചത് തലകേർത്താം. ആ സമയത്താണ് ഇവിടെ പോലീസ് എത്തിയത്. ഏത് പോലീസായിരുന്നു? നെടുമങ്ങാട് പോലീസാണ് എത്തിയത്. ഫസ്റ്റ് ഒരു വേൻ പോലീസ് എത്തി, അതിനുശേഷമാണ് 2 സെക്കൻഡ് പോലീസ് എത്തിയത്. ആ സമയത്ത് തന്നെ പിന്നെ ബാക്കി കോംപ്രമൈസെല്ലാം ചെയ്തു. ബൈക്ക് റോഡിൽ കിടക്കുകയായിരുന്നു. അതിനെടുത്ത് നമ്മൾ നൂറ്റ് നിർത്തി ഇവർ ഒരു ഓട്ടോയിൽ കയറ്റി ആ കുട്ടിയുടെ അമ്മ വന്നെന്ന് പറഞ്ഞു. ആ അമ്മയും കൂട്ടി അവർ പോയത്. റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ചാനൽ വളരെ പരിതാപകരമായ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. കാരണം ആ ചാനലിന് വേണമെങ്കിൽ ഇവിടെ വന്ന് സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാമായിരുന്നു. അത് ചെയ്യാതെ അവർ ആ ഒരു വ്യക്തിയുടെ മാത്രം ഒരു റിപ്പോർട്ട് മാത്രമാണ് ചാനലുകളിൽ പ്രദർശിപ്പിക്കുന്നത്. ഇപ്പോൾ അച്ഛനെതിരെ എന്താ പറയുക, ഒരു മകൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആരോപണമാണ് ആ കുട്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്കും അറിയാം, ഇവിടെ കൂടിയ നാട്ടുകാർക്കും അറിയാം. ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ദൃശ്യങ്ങൾ കയ്യിലുണ്ട്. ഈ ദൃശ്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടോ പങ്കുവച്ചിട്ടോ കൊടുത്തിട്ടില്ല. ഓടി വന്നപ്പോൾ ഇവിടെ ഈ നടു റോഡിൽ കിടക്കുന്നതാണ് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഒന്ന് നീ മാറിക്കിട, നീ എന്തിനാണ്, നിന്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു അച്ഛനെ അല്ലേ അടിച്ചത്, ഞങ്ങൾക്കിത് പറയാൻ സങ്കടമുണ്ട്, ഒരു അച്ഛൻ്റെ പ്രായമേ ഉള്ളൂ, നീ മാറിക്കിട മോളെ, എനിക്ക് 2 പെൺമക്കളുള്ള ഒരു അമ്മയാണ് ഞാനും. പക്ഷെ ഇതുപോലെ ഒരു പെൺമക്കളും ഈ സമൂഹത്തെ കാണിക്കരുതെന്നാണ് ഞങ്ങളിത്. അവരുടെ റിയാക്ഷൻ നോർമൽ ആയിരുന്നില്ല. ആര് ചോദിച്ചാലും ചീത്ത മാത്രമേ ആ കൊച്ചിന്റെ വായിന്ന് വരണുള്ളൂ. ഉറങ്ങിക്കിടന്ന ആൾക്കാരെയാണ് വിളിച്ചോണം, ചീത്ത വിളി പൂവലും കേട്ടാണ് നമ്മൾ എണീറ്റ് വന്നത്. ഭയങ്കര ശല്യം, റോഡ് ഫുള്ള് ബ്ലോക്കായി. ഏതായാലും വൈദ്യപരിശോധനയ്ക്ക് ഇവരെ വിധേയമാക്കേണ്ടതായിരിക്കാം. നെടുമങ്ങാട് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ കേസുള്ളത്. ഏതായാലും വനിതാ ദിനത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു മോശമായ ഒരു വാർത്ത വരിക എന്ന് പറയുന്നത് ഏറ്റവും അധികം സങ്കടകരമായ കാര്യം തന്നെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകാതിരിക്കട്ടെ. കാരണം പല സ്ത്രീകളും അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാനോ ചെല്ലുന്നവരാണ് ഇത്തരത്തിൽ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. അപ്പോൾ ഏതായാലും വലിയ സങ്കടകരമായ കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം ബിലുവനിച്ചൻ, വിസ്മയ ന്യൂസ്.